ഇവൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു വീട്, ആ തൊട്ട് ഇവൻ്റെ ഗ്രാമത്തിൽ ഇവിടെ ഓടിപ്പോകുന്ന ഒരു മീറ്റർ ഗേജ് ട്രെയിനാണെന്ന് തോന്നുന്നു. മീറ്റർ ഗേജ് അതാണ് ബ്രോഡ് ഗേജാണെന്നറിയില്ല. ആ ട്രെയിൻ ഇടയ്ക്ക് മാത്രം പോകുന്ന ഒരു ട്രെയിൻ പോകുന്ന ചെറിയൊരു റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇവൻ്റെ ഇവൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ആ സ്ത്രീയാണ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ മാസ്റ്ററും എല്ലാം. അവരുടെ ബുക്കും അതുപോലെ രേഖകളൊക്കെ അവരുടെ വീട്ടിൽ തന്നെ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ടിക്കറ്റൊക്കെ അവരുടെ വീട്ടിലാണ് വയ്ക്കുന്നത്. അങ്ങനത്തെ ഒരു റെയിൽവേ സ്റ്റേഷനും അങ്ങനത്തെ ഒരു ഗ്രാമമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇവൻ്റെ വീടുണ്ടായത്. അപ്പോൾ ആ സ്ത്രീ അടക്കമുള്ള എല്ലാ സ്ത്രീകളും പറഞ്ഞു, ഞങ്ങൾക്ക് അവനെ പേടിയാണ് സാർ, അവൻ ഈ സ്ത്രീകളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും, ഇവനും വരുമ്പോൾ ഞങ്ങൾ മാറി താമസിക്കുള്ളൂ, ഇവിടേക്ക് എപ്പോഴേലൊക്കെ വരാറുള്ളൂ. അപ്പോഴങ്ങനെ കുറേ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഇവൻ്റെ കൈ നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത്. അവൻ്റെ അമ്മയൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഇവൻ്റെ ഈ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു വഴി നേരെ ഹൈവേയിലേക്കാണ് പോകുന്നത്. അത് ചെന്നൈ പോണ്ടിച്ചേരി ഹൈവേയുടെ തീരത്താണ്, അങ്ങനെ ആ ഭാഗത്താണ്. അപ്പോൾ ഇവൻ്റെ ഒരു മോട്ടോർ സൈക്കിളിലോ എന്തോ ഇവിടുന്ന് പോകുമ്പോൾ നല്ല സ്പീഡിലാണ് പോയിരുന്നതുകൊണ്ട് മദ്യപിച്ചിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ സ്പീഡിൽ നിയന്ത്രണം വിട്ട് ഹൈവേയിലേക്ക് കയറിയപ്പോൾ എന്തോ വന്നപ്പോൾ അവന് വണ്ടി പിടിച്ചാൽ കിട്ടിയില്ല. അപ്പോൾ ഇവൻ്റെ കൈ നേരെ വീലിൻ്റെ ഉള്ളിൽ അവൻ തന്നെ സ്വയം ഇട്ടിട്ടാണ് ആ വണ്ടിയോടുകൂടി അവൻ മറിഞ്ഞു വീണ് അങ്ങനെ അപകടം പറ്റിയതാണ് എന്നാണ് അവിടുത്തെ ആളുകൾ ആളുകൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കൂടി ഓടിച്ചെന്ന് നോക്കിയപ്പോൾ, സ്ത്രീകളൊക്കെ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ഇവനാണ്. അപ്പോൾ എല്ലാവരും തിരിച്ചു പോന്നു. അങ്ങനെ ഇവൻ്റെ അമ്മ ഇവനെ കൊണ്ടുപോയി പോണ്ടിച്ചേരി കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ഇരിക്കുകയാണ്. കൈ മുറിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാരായ ആളുകൾ പറയുന്നത്. ഇവനെ ഈ പറഞ്ഞ പോലെ തമിഴ്നാട്ടിലെ അതുപോലെ തന്നെ ആന്ധ്ര, അതേമാതിരിക്ക് പൂന തുടങ്ങി ഒരുപാട് സ്റ്റേറ്റുകളിൽ 3-4 സ്റ്റേറ്റുകളിൽ ഒരുപാട് പോലീസ് സ്റ്റേഷനുകളിൽ ഇതുപോലുള്ള കേസുകൾ അവരുണ്ട്. ഇതുപോലെ മീൻസ് സ്ത്രീകളെ ഉപദ്രവിച്ച കേസുകൾ, റോബറി തുടങ്ങിയിട്ടുള്ള കേസുകളുണ്ട്. ഇപ്പോൾ പോലീസ് ഞങ്ങൾ പിടിക്കുമ്പോൾ ഇവന് തമിഴ്നാട്ടിലെ ഒരു റോബറി കേസിൽ ഒരു സ്ത്രീയെ മാല പൊട്ടിച്ച് ഇതുപോലെ ദേഹോപദ്രവം ഏൽപ്പിച്ച് മാല പൊട്ടിച്ച കേസിൽ ഇവൻ ജാമ്യത്തിലിറങ്ങി അബ്സ്കോണ്ടിങ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഇവനെ പിടികിട്ടാ പുള്ളിയായിട്ട് അല്ലെങ്കിൽ അബ്സ്കോണ്ടിങ് ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഇവനെ പിടിക്കുന്നത്. ആ കേസിൽ പിന്നീട് ഈ കേസ് ശിക്ഷിച്ചതിന് ശേഷം ആ കേസിൽ വീണ്ടും 10 വർഷത്തെ ശിക്ഷ അവന് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അത്രയും ഒരു ക്രിമിനലാണ്. അപ്പോൾ നാട്ടുകാർക്കൊക്കെ ഇവനെ പേടിയാണ്. ഇപ്പോൾ ഇവന് വേണ്ടിയിട്ട് വക്കീൽ വരാനുണ്ടായ സാഹചര്യം, വക്കീൽ വടക്കാഞ്ചേരി ബാറിൽ പ്രാക്ടീസ് നടത്തിയിരുന്ന ഒരു അഡ്വക്കറ്റാണ് ഈ ആളൂർ എന്ന് പറഞ്ഞത്. പിന്നീട് അവിടെ നിന്ന് പോയി പൂനെയിൽ പോയി അവിടെ അവരുടെ സഹോദരന്മാരുടെ കൂടെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളാണ് കേട്ടോ. അതിൻ്റെ സഹോദരൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് അവിടെ പ്രാക്ടീസ് തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ ഈ കേസ് സെൻസേഷണലായപ്പോൾ, കേരളത്തിൽ ഇങ്ങനെ ഒരു കേസ് സെൻസേഷണലായപ്പോൾ, അതും വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയുടെ ജൂറിഡിക്ഷനിൽ വരുന്നൊരു കേസായതിൻ്റെ പേരിൽ ഈ അഡ്വക്കേറ്റ് ആളൂരാൻ വന്നു. എന്നിട്ട് ജയിലിൽ പോയി ഇവരിൽ നിന്ന് ചോദിച്ച് മേടിച്ചു എന്നാണ് അന്വേഷണത്തിൽ വെളിവായത്. അത് അവരുടെ ഒരു നിയമജ്ഞൻ അല്ലെങ്കിൽ ഒരു വക്കീൽ എന്ന നിലയിൽ അത് അവരുടെ എത്തിക്സിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എൻ്റെ ഒരു ബോധ്യം അങ്ങനെയാണ്. കാരണം ഒരു അഡ്വക്കേറ്റുമാരും സാധാരണ അങ്ങനെ പ്രതികളെ നേരിട്ട് ചെന്ന് ക്യാൻവാസ് ചെയ്ത് ചോദിക്കുകയും മേടിക്കാറൊന്നുമില്ല. അങ്ങനെ മേടിച്ചതായിട്ടാണ് അവനിൽ നിന്നും പ്രതി ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ കേസ് അഡ്വക്കേറ്റ് ആളൂരാൻ ഏറ്റെടുക്കുന്നത്. അല്ലാതെ ഒരു മാഫിയയുടെ ബന്ധത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബന്ധത്തിൻ്റെ മുകളിലോ വന്നതല്ല. അതോടുകൂടി അഡ്വക്കേറ്റ് ആളൂർ എന്നുള്ളത് ജനങ്ങൾ അറിയാൻ തുടങ്ങി, അഡ്വക്കേറ്റ് എന്നുള്ള പേര് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഫേമസ് ആയതാണെന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ, എൻ്റെ ഒരു അന്വേഷണത്തിൽ മൊത്തത്തിൽ പോലീസിന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. വളരെ ശാസ്ത്രീയമായ രീതിയിൽ കേസിൻ്റെ അന്വേഷണം നടത്തി വളരെ എല്ലാ എവിഡൻസുകളും കളക്ട് ചെയ്ത് ബഹുമാനപ്പെട്ട കോടതിയിൽ 3 മാസത്തിനുള്ളിൽ തന്നെ ഈ കുറ്റപത്രം സമർപ്പിച്ചു. അതുകൊണ്ട് പ്രതിക്ക് പിന്നെ സ്വാഭാവിക ജാമ്യം ലഭിക്കേണ്ടതില്ല. 3 മാസത്തിൻ്റെ ഉള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചു. പക്ഷേ ഇതിനിടയ്ക്ക് ട്രയൽ സമയത്ത് നമുക്കൊരു 83ഓളം സാക്ഷികളെ വിസ്തരിച്ചു, 105ഓളം രേഖകൾ പരിശോധിച്ചു, 44 മുതലുകളും തൊണ്ടി മുതലായി തെളിവായി സ്വീകരിച്ചിട്ടുണ്ട്. അത്രയും ഒരു വലിയ എന്ന് പറഞ്ഞാൽ 7-8 വോളിയത്തിലുള്ള വലിയൊരു കേസ് ഫയലാണ്. ഇതൊക്കെ നമ്മൾ ഈ 3 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ടീം ഓഫ് പോലീസുകാരുടെ ഒരു വലിയ സംഘം തന്നെ അത് തയ്യാറാക്കി ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വർക്കിലൊക്കെ എല്ലാ ഭാഗങ്ങളിലും ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുത്തിരുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ട്രയലിൽ വന്ന സമയത്ത് ഇതിൻ്റെ അഡ്വക്കേറ്റ് ആളൂരാൻ്റെ നേതൃത്വത്തിൽ 4-5 അഡ്വക്കേറ്റുമാർ 3-4 അഡ്വക്കേറ്റുമാർ പ്രതിക്ക് വേണ്ടി ഹാജരായിരുന്നു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സുരേഷൻ സാറായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായിട്ടുള്ളത്. അദ്ദേഹത്തെ സഹായിക്കാൻ ഞാനും കോടതിയിലുണ്ടായിരുന്നു. കോടതി പ്രോസിക്യൂട്ടറെ കൂടെ ഇരുന്നിട്ടാണ് ഞാൻ അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ട്രയൽ 3-4 മാസത്തോളം ട്രയൽ നടത്തി കേസ് വിധി വന്നു. ഈ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഏറ്റിട്ടുള്ള പരിക്ക്
അതാണ് ഇതിൻ്റെ സയൻറ്റിഫിക് എവിഡൻസ് അങ്ങനെയാണ് വരുന്നത്. ഈ കുട്ടിക്ക് ഏറ്റിട്ടുള്ള പരിക്ക് ഒന്നും നേരിട്ട് മരണത്തിന് കാരണമല്ല. ഈ കേസിൽ ഇതിൻ്റെ മരണത്തിന് കാരണമായിരിക്കുന്നത് കോസ് ഓഫ് ഡെത്ത്, അത് ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ മലർത്തി അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ആന്തരിക അവയവങ്ങളിലേക്ക്, ലങ്സിലേക്കും മറ്റും ബ്ലഡും മറ്റും ഇറങ്ങിപ്പോയിട്ടുള്ള ആ ആസ്പിറേഷനാണ് കോസ് ഓഫ് ഡെത്ത് പറയുന്നത്, മരണകാരണം. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അതാണ് മരണകാരണം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഏറ്റിട്ടുള്ള മുറിവുകൾ വീണാലുണ്ടാവാം, ചാടിയാലുണ്ടാവാം, തള്ളിയിട്ടാലുണ്ടാവാം, അങ്ങനെ ഏത് വിധത്തിലുണ്ടാകുന്ന മുറിവുകൾ, ആ മുറിവുകൾ നേരിട്ട് മരണത്തിന് ഇടയാവില്ല എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കോസ് ഓഫ് ഡെത്താണ് ഇതിൻ്റെ മരണകാരണം. അത്തരത്തിലുള്ളൊരു കേസായതിൻ്റെ പേരിൽ ഡോക്ടർ ഷേർലി വാസുവിനെ നമ്മൾ ഒരു ടീം ഓഫ് ഡോക്ടർമാർ നേരത്തെ പരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവരെല്ലാവരെയും സാക്ഷിയാക്കി. ഈ കേസിൻ്റെ ട്രയൽ സമയത്തുണ്ടായ ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ട്രയൽ സമയത്ത് എവിഡൻസുകളെല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഡിഫൻസ് എവിഡൻസ് വരിക. പ്രതിക്ക് വേണ്ടിയിട്ടുള്ള സാക്ഷികളും സാക്ഷിമൊഴികളും രേഖകളും ഹാജരാക്കുക ഡിഫൻസ്. അങ്ങനെ ഡിഫൻസ് ഹാജരാക്കുമ്പോൾ ഞാനടക്കമുള്ള ഇതിൽ ഗിവണപ്പ് ചെയ്തിട്ടുള്ള സാക്ഷികളെ പ്രോസിക്യൂഷൻ ഒഴിവാക്കിയിട്ടുള്ള സാക്ഷികളെ പ്രതിഭാഗം വീണ്ടും ഡിഫൻസ് എവിഡൻസിലേക്ക് കൊണ്ടുവന്നു. കൂടാതെ വേറെ പുറത്ത് കുറേ സാക്ഷികളെയും കൊണ്ടുവന്നു. അതിൽ ഞാനുണ്ടായിരുന്നു, മന്ത്രി രാജൻ സാറിൻ്റെ തോന്നുന്നുണ്ട്, അവരുടെ എസ്കോർട്ട് വന്നതിൻ്റെ പേരിൽ അവരുണ്ടായിരുന്നു, രാധാകൃഷ്ണൻ സാറുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആളുകളെ ഈ ഡിഫൻസിലേക്ക് സാക്ഷികളായി കൊണ്ടുവന്നതിന് ശേഷം കോടതിയിൽ ആ ലിസ്റ്റ് കൊടുത്തു. കോടതിയെ പരിശോധിച്ചതിന് ശേഷം കുറച്ച് സാക്ഷികളെ മാത്രം സ്വീകരിച്ച് ബാക്കിയുള്ളതിനെ കളഞ്ഞു. അതിനുശേഷം ഈ സ്വീകരിച്ച സാക്ഷികളിൽ തന്നെ ഞാനടക്കം എല്ലാ സാക്ഷികളെയും ഡിഫൻസ് ഗിവണപ്പ് ചെയ്തു. എന്നിട്ട് ഒരു സാക്ഷിയെ മാത്രം വിസ്തരിക്കാൻ വേണ്ടി വിളിച്ചു. അതാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെ സംഘത്തിലുണ്ടായിരുന്ന ഡോക്ടർ ഉന്മേഷ് സാറിനെ വിസ്തരിച്ചു. അപ്പോൾ ഉന്മേഷ് സാർ ഡിഫൻസിലേക്ക് വേണ്ടി വന്നു. അപ്പോൾ ഉന്മേഷ് സാർ ഡിഫൻസിലേക്ക് വരുമ്പോൾ സാധാരണഗതിയിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗമായ ഞാനും അഡ്വക്കേറ്റ് സാറും മറ്റേ സുരേഷ് സാറൊക്കെ പറഞ്ഞു, നിങ്ങൾ ഡിഫൻസിലേക്കാണ് വരുന്നത്, നിങ്ങളൊരു സർക്കാർ സർവൻ്റാണ് എന്ന് പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ കോടതിയിൽ വന്ന് മൊഴി കൊടുത്ത ഭാഗത്ത് അവർ പറഞ്ഞു, ഷേർലി വാസു മാഡം ഈ കേസിൽ ഒരു പെയർ ഗ്ലൗസ് പോലും ധരിച്ചില്ല, ഞാനാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്ന് ഒരു വാക്ക് പറഞ്ഞു ഡിഫൻസിൽ വന്നിട്ട്. അതോടുകൂടി കേസിൻ്റെ വഴി മാറി. കാരണം ഈ കേസ് പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട സയൻറ്റിഫിക് എവിഡൻസിൻ്റെ ബലത്തിൽ മാത്രം ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു കേസാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത് ഷേർലി വാസു എല്ലാം ഉന്മേഷ് സാറാണെന്ന് പറയുന്നതോട് കൂടിയിട്ട് കേസിൻ്റെ ട്വിസ്റ്റായി ആകെ. അപ്പോൾ കോടതി അത് നിർത്തിവെച്ച് ഡിഫൻസ് നിർത്തിവെച്ച് കോർട്ട് വിറ്റ്നസ്സാക്കിയിട്ട് ആദ്യം ഡോക്ടർ ഉന്മേഷിനെ വിസ്തരിച്ചു. അങ്ങനെ കോർട്ട് വിറ്റ്നസ്സായിട്ട് വിസ്തരിക്കുന്ന സമയത്ത് കോടതി നേരിട്ട് മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം അസൈൻമെൻറ്റ് രജിസ്റ്റർ, ഇതൊക്കെ ഉള്ള രേഖകളൊക്കെ കോടതി നേരിട്ട് വിളിച്ചു വരുത്തി. അതൊക്കെ ഈ കേസിലേക്ക് വേണ്ടി എവിഡൻസായിട്ട് കോർട്ട് വിറ്റ്നസ്സുമായിട്ടും ഈ ഉന്മേഷനെ ആദ്യം വിസ്തരിച്ചു. പിന്നീടാണ് ഡിഫൻസിൽ വിസ്തരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രോസിക്യൂഷനെ കൂടുതലായിട്ട് അത് ബാധിക്കും. കാരണം ഈ കേസിൽ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന റൂമിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കൂടെ ആദ്യ സമയത്ത് ഞാനും മറ്റേ എസ്കോർട്ട് വന്ന വനിതാ പോലീസൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്കറിയാം ആരൊക്കെ ഉണ്ടായിരുന്നു. ഈ പോലീസിൻ്റെ റിക്വസ്റ്റ് പ്രകാരമുള്ള എല്ലാ ഡോക്ടർമാരും ഉണ്ടായിരുന്നു. അത് പക്ഷേ അതിൻ്റെ HOD ഷേർലി വാസുവാണ്. അപ്പോൾ ഷേർലി വാസു ഓൾറൗണ്ടറായിട്ട് അവിടെ ഓടി നടന്നും കാര്യങ്ങൾ ചെയ്തും ഫോട്ടോ എടുത്തും കാര്യങ്ങളൊക്കെ, ഈ ഫോട്ടോകളൊക്കെ നമ്മൾ കോടതിയിൽ ഹാജരാക്കി എവിഡൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ മേൽനോട്ടം നയിച്ചിരുന്നു ഷേർലി വാസുവാണ്. നമ്മൾ മൊഴി രേഖപ്പെടുത്തിയതും 162 മൊഴി രേഖപ്പെടുത്തിയതും ഷേർലി വാസുവിൻ്റെയാണ്. സീൻ വിസിറ്റ് ചെയ്ത് ഷേർലി വാസുവാണ്. നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കി തന്നതും ഷേർലി വാസുവാണ്. അപ്പോൾ കോടതി പരിശോധിച്ച പോസ്റ്റ്മോർട്ടം അസൈൻമെൻറ്റ് രജിസ്റ്ററിലും പോസ്റ്റ്മോർട്ടം നോട്ടിലൊക്കെ രേഖപ്പെടുത്തി കാണുന്നതും ഷേർലി വാസുവിൻ്റെയാണ്. അപ്പോൾ ഡിഫൻസിൽ വന്ന് ഇങ്ങനെ ഉന്മേഷ് സാർ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ അത് മൊത്തം കേസിനെ ബാധിച്ചു, വല്ലാത്തൊരു അവസ്ഥയിലേക്ക് വന്ന, അങ്ങനെ ഒരു സെൻസേഷണൽ ആവുകയുണ്ടായി കേസ്. എന്നാലും കോടതി പോസ്റ്റ്മോർട്ടം അസൈൻമെൻറ്റ് രജിസ്റ്ററും പോസ്റ്റ്മോർട്ടം നോട്ടൊക്കെ പരിശോധിച്ചപ്പോൾ കോടതിക്കും ബോധ്യപ്പെട്ടു ഇത് ഷേർലി വാസുവാണ് കാര്യങ്ങൾ ചെയ്തതിൻ്റെയും ടീം ഓഫ് ഡോക്ടർമാരുടെ പോലീസിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഉന്മേഷ് സാറും അതിലുണ്ടായിരുന്നു. എല്ലാ ആളുകളും, ഡോക്ടർ രാധാകൃഷ്ണൻ സാർ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യും. HOD ആണ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ മൊഴിയെടുത്തവും കാര്യങ്ങളൊക്കെ ചെയ്തത് അങ്ങനെയാണ് ആ കേസ് വന്നത്. അപ്പോൾ അവിടെ ഒരു ട്വിസ്റ്റും കാര്യങ്ങളും ഒരു വിവാദങ്ങളുണ്ടായി. ആ ഉന്മേഷ് സാറിനെതിരെയുള്ള കേസ് ഇന്നും CJM കോടതിയിൽ നിലനിൽക്കുകയാണെന്നാണ് എൻ്റെ അറിവ്. അന്ന് മുതലുള്ള ആ ഒരു കേസ് ജഡ്ജ്മെൻറ്റിൽ വന്ന് കുറ്റക്കാരനാണെന്ന് കണ്ടതിൻ്റെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്
അത് CJM കോടതിയിൽ ഇപ്പോഴും നിലനിൽക്കുകയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അത് അവർ തമ്മിലുള്ള എന്താ അതിൻ്റെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഉന്മേഷ് സാറിന് അതിൻ്റെ ഒരു ബോധ്യമില്ലായ്മ അല്ലെ എന്താ ഇങ്ങനെ വന്ന് പറയാനുണ്ടായ സാഹചര്യം, സമൻസ് കിട്ടിയപ്പോൾ വന്ന് പറഞ്ഞതാണെന്നാണ് ഉന്മേഷ് സാറ് പറഞ്ഞത്. അപ്പോൾ ഡിഫൻസ് ആണെന്നോ പ്രോസിക്യൂഷൻ ആണെന്നോ മനസ്സിലായില്ല എന്ന് പറഞ്ഞു കേട്ടു. ഉന്മേഷ് സാറ് നല്ലൊരു ഡോക്ടറാണ്. കാരണം പല കേസുകളിലും എനിക്കറിയാം, പല മർഡർ കേസുകളിലും എക്സ്റ്റിമേഷനിലൊക്കെ വളരെ നല്ല രീതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്ന നല്ലൊരു ഡോക്ടറാണ്. നമുക്ക് ഞാനിപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾ. പക്ഷേ അത് കേസിന് നമ്മുടെ ഈ കേസിലേക്ക് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടതിൻ്റെ മാറ്റം ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഈ കേസിലേക്ക് അതൊരു മൈനസായി വരുന്ന പോലെയായി. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം, പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര, ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം, ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ, ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും, നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും, ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും, സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ, അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര, ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം, ഓസ്ട്രിയൻ ഗ്രാമഭംഗി, സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ, ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും, പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. അങ്ങനെ 11/11/2011 തീയതി കാലത്ത് 11 മണിക്ക് ഈ കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നു. പ്രതിയെ മരണം വരെ തൂക്കി കൊല്ലുന്നതിനും ജീവപര്യന്തം തടവിനും മറ്റ് വകുപ്പുകൾക്ക് 10 വർഷം തടവും ഒക്കെ ആയിട്ടുള്ള ശിക്ഷ വിധിച്ചു. ഈ കേസിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ഉന്മേഷ് സാറ് ഈ കള്ളസാക്ഷി പറഞ്ഞതായിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ പേരിൽ കോടതിയുടെ ഓഫീസ് CJMലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൻ്റെ പേരിലൊരു കേസ് നിന്നും CJM ബഹുമാനപ്പെട്ട CJM കോടതിയിൽ ഉന്മേഷ് സാറിനെതിരെ നിലനിൽക്കുകയാണ്. ഉന്മേഷ് സാറ് നിരവധി കേസുകളിൽ വളരെ ആത്മാർത്ഥമായി നല്ല രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം നടത്തി പല കേസുകളിലും എനിക്ക് നേരിട്ട് അനുഭവമുള്ള നല്ലൊരു ഡോക്ടറാണ്. നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്ന, നല്ല നല്ല ഒപ്പീനിയനുകൾ തരുന്ന നല്ലൊരു ഡോക്ടറാണ്. ഇപ്പോൾ ആളെ എവിടെയാണ്, തൃശ്ശൂരിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് എനിക്ക്. അപ്പോൾ അതിന് ശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും എല്ലാ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വന്നാലും DSR ഒരു DSR വരുമ്പോൾ അത് ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നടപ്പാക്കാൻ കഴിയുള്ളൂ. DSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് സെൻറ്റൻസ് റിപ്പോർട്ട് എന്നാണ് തോന്നുന്നു, അങ്ങനെ ഒരു ഫുൾ ഫോം. അപ്പോൾ അതിന് വേണ്ടി ഹൈക്കോടതിയിൽ പോയ ഫയലിൽ വീണ്ടും അഡ്വക്കേറ്റ് ആളൂർ അപ്പീൽ പോയി. ആ അപ്പീൽ മാസങ്ങൾക്ക് ശേഷം അഡ്വക്കേറ്റ് കമാൽ പാഷ സാറിൻ്റെ ബെഞ്ച് അടങ്ങുന്ന ബെഞ്ചിൽ ഒരു 3 പേരടങ്ങുന്ന ബെഞ്ചിൽ ഒരു 3 മാസത്തോളം അത് വീണ്ടും അപ്പീൽ ആർഗ്യുമെൻറ്റുകൾ നടന്നു. ആ അപ്പീൽ ആർഗ്യുമെൻറ്റിനും ബഹുമാനപ്പെട്ട കോടതിയിൽ പ്രോസിക്യൂട്ടറുടെ കൂടെ സുരേഷൻ സാറിൻ്റെ കൂടെ ഞാനാണ് ഹൈക്കോടതിയിൽ പോയിരുന്നത്. ഹൈക്കോടതിയിൽ സുരേഷൻ സാറിൻ്റെ കൂടെ ഇരുന്ന് ആ കേസിനെ അസിസ്റ്റ് ചെയ്തത്. സുരേഷ് സാർ ഓരോന്ന് ആർഗ്യൂ ചെയ്യുമ്പോഴും അതിന് വേണ്ട ഫോട്ടോകളും കാര്യങ്ങളും ലാപ്ടോപ്പിലും മറ്റ് ഇതിലൊക്കെ ആയിട്ട് കോടതിയെ പറഞ്ഞ് മനസ്സിലാക്കി കാണിച്ചു കൊടുത്ത് അത് ഇമ്പ്രസ് ചെയ്യിച്ച് കാര്യങ്ങൾ പറഞ്ഞു. വീണ്ടും ട്രയൽ കോടതിയുടെ എല്ലാ നിഗമനങ്ങളും എല്ലാ കണ്ടെത്തലുകളും ശരിവെച്ച് എല്ലാ ശിക്ഷയും അതുപോലെ നടപ്പാക്കാൻ ഹൈക്കോടതി വിധി വന്നു. പിന്നീടാണ് അത് സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. സുപ്രീം കോടതിയിൽ പോകുമ്പോൾ ഇതിന് വേണ്ട ഈ ഡോക്യുമെൻറ്റ്സ്, നമ്മളിപ്പോൾ ഇത്ര 7 വോളിയം കാര്യങ്ങളും ഉണ്ടാകുന്നു, അതിൻ്റെ മറ്റുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും മലയാളത്തിലുള്ളത് ഇംഗ്ലീഷിലേക്ക് ആക്കി കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടിയുണ്ട്. അപ്പോൾ അതിന് ഹൈക്കോടതിയുടെ ഒരു ഓഫീസിൽ, സുപ്രീം കോടതി ഓഫീസുണ്ട്, അവിടെ നിന്ന് അത് ചെയ്യേണ്ടതാണ്. അവിടെ നിന്നുള്ള ഉത്തരവ് പ്രകാരം അല്ലെങ്കിൽ അവിടെ നിന്നുള്ള നിർദ്ദേശപ്രകാരം പോലീസിനോട് ചെയ്യാൻ നിർദ്ദേശിച്ചു. പോലീസ് അത് നേരെ മുകൾ തട്ടിൽ വരുമ്പോൾ അത് നേരെ താഴേക്ക് വന്ന അവസാനം അതും ഞങ്ങളെ അടുത്ത് വന്നു. ഒരു 3-4 മാസത്തോളം മേലുദ്യോഗസ്ഥന്മാർ നിർദ്ദേശിച്ച ഒരു അഡ്വക്കേറ്റിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിനെ രേഖപ്പെടുത്തി പ്രിൻ്റ് എടുത്ത് ക്ലിയറാക്കി സുപ്രീം കോടതിക്ക് അയച്ചു. സുപ്രീം കോടതിയിൽ ഈ കേസിനെ അസിസ്റ്റ് ചെയ്യാൻ അന്നത്തെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ജോഗീസ് കറിയ എന്നാണ് തോന്നുന്ന അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു. ഈ കേസിന് ചാർജ് അദ്ദേഹത്തിനാണ് കൊടുത്തിരുന്നത്. അതിനെ അസിസ്റ്റ് ചെയ്യാൻ നമ്മുടെ
എന്താ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അസിസ്റ്റ് ചെയ്യാനല്ല, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെയും കൂടി അതിൻ്റെ കൂടെ നിയോഗിച്ചിരുന്നു. സുരേഷ് സാറിനെ അസിസ്റ്റ് ചെയ്യാൻ എന്നെയും മറ്റ് DYSP സാറിനെയും അതിനുവേണ്ടി സുപ്രീം കോടതിയിൽ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നിയോഗിച്ചതായിട്ട് സർക്കാർ ഉത്തരവ് ഇറങ്ങി. ദിവസങ്ങളോളം അതുമായി ബന്ധപ്പെട്ട് ജോഗി സെറിയ സാറിനെ ഞങ്ങൾ ഇതുമായിട്ട് ബ്രീഫ് ചെയ്യുകയും കാര്യങ്ങൾ സംസാരിക്കേണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ സർക്കാർ മാറി, പുതിയ സർക്കാർ വന്നു. സ്വാഭാവികമായിട്ടും പുതിയ സ്റ്റാൻഡിംഗ് കൗൺസിൽ വരും. പുതിയ സ്റ്റാൻഡിംഗ് കൗൺസിൽ വന്നു. ആ സ്റ്റാൻഡിംഗ് കൗൺസിൽ നമ്മുടെ ഒരു റിട്ടയർഡ് ജസ്റ്റിസിനാണ് തോന്നുന്നുണ്ട് നമ്മുടെ അന്നത്തെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഈ കേസിന് ചാർജ് കൊടുത്തിരുന്നു. ആ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് വന്നു. ജഡ്ജ്മെൻറ്റിൽ ഇതിൻ്റെ വധശിക്ഷ എടുത്ത് മാറ്റി 325 വകുപ്പ് കൂട്ടിച്ചേർത്ത് അതിന് 7 വർഷം തടവ് ശിക്ഷ കൊടുത്ത് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് എടുത്ത് മറ്റേ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എടുത്ത് കളഞ്ഞ് ലൈഫ് ടൈം പണിഷ്മെൻറ്റ് പ്രതിക്ക് കൊടുത്തു. അപ്പോഴാണ് ഞാനൊക്കെ ഈ ജഡ്ജ്മെൻറ്റ് വരുന്നതോട് കൂടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഈ സംഭവം അറിയുന്നത്. ഉടനെ തന്നെ സന്ധ്യ മാഡത്തിൻ്റെ നേതൃത്വത്തിൽ ഞാനും സന്ധ്യ മാഡം അന്നത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ കൂടി നേരെ ഡൽഹി പോയി അവിടെ അറ്റോർണി ജനറലിനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ച് കേസിൻ്റെ ഗ്രാവിറ്റിയും അതിൻ്റെ എവിഡൻസും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി 2 ദിവസം 2-3 പ്രാവശ്യം അഡ്വക്കേറ്റ് ജനറൽ നമ്മളെ ഈ കേസ് കേൾക്കാൻ, ഒരു സ്റ്റേറ്റിൻ്റെ കേസ് കേൾക്കാൻ ഞങ്ങൾക്ക് വേണ്ടിയിരുന്നു. ഞങ്ങളത് കേട്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. അഡ്വക്കേറ്റ് ജനറലിന് ഈ കാര്യങ്ങൾ മനസ്സിലായി. കാരണം എല്ലാ വകുപ്പുകളും എല്ലാം സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കാൻ ഈ 3 നോട്ട് മാത്രം അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ നമ്മൾ വീണ്ടും റിവ്യൂ പെറ്റീഷൻ കൊടുത്തു. റിവ്യൂ പെറ്റീഷൻ കേട്ട് അത് തള്ളി. വീണ്ടും കുറേറ്റീവ് പെറ്റീഷൻ കൊടുത്തു, അതും തള്ളി. അങ്ങനെ ഫൈനൽ ജഡ്ജ്മെൻറ്റെല്ലാം ആയി കഴിഞ്ഞ് ഇപ്പോൾ പ്രതി ജീവപര്യന്തം തടവ് ശിക്ഷ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ച് കണ്ണൂർ ജയിലിൽ കഴിയുമ്പോഴാണ് എസ്കേപ്പ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പ്രതി ജയിൽ ചാടാൻ വേണ്ടി ശ്രമിച്ചതും പിന്നീട് ഇപ്പോൾ തൃശ്ശൂരിലെ പ്രത്യേക അതിസുരക്ഷാ ജയിലിൽ കഴിഞ്ഞു വരുന്നതും. അപ്പോൾ ഈ സുപ്രീം കോടതി ഇത് എടുത്തു കളയാനുണ്ടായ സാഹചര്യം 2-3 കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ കോസ് ഓഫ് ഡെത്തിൽ പറയുന്നുണ്ട്, ഈ കുട്ടി മരണപ്പെട്ടിരിക്കുന്നത് ഈ കുട്ടിയെ മലർത്തി കടത്തി റേപ്പ് ചെയ്യുമ്പോൾ ആസ്പിറേറ്റ് ചെയ്തിട്ടുള്ള ആ ആസ്പിറേഷൻ മൂലമാണ് കുട്ടി മരണപ്പെടുന്നതെന്നാണ് കോസ് ഓഫ് ഡെത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ ഒരു കേസിൻ്റെ വരുമ്പോൾ ഏതൊരു കേസ് ഉണ്ടാകുമ്പോഴും ഈ കേസിന് ഒന്നുമില്ലെങ്കിൽ ഇൻറ്റൻഷൻ വേണം. ഈ പ്രതിക്ക് ഇൻറ്റൻഷൻ, കൊല്ലണം എന്നുള്ള ഇൻറ്റൻഷൻ വേണം. ഇനി അതില്ലെങ്കിൽ പ്രതിക്ക് നോളജ് വേണം, ഇങ്ങനെ ചെയ്താൽ മരിക്കും എന്നുള്ളൊരു നോളജ് വേണം. ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഉണ്ടാകുമ്പോഴാണ് ഇതൊരു കുറ്റകൃത്യമായി മാറുന്നത്. അങ്ങനെയാണ് നമ്മുടെ നിയമവ്യവസ്ഥിതി പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് പ്രകാരം ഈ പ്രതിക്ക് ഇങ്ങനെ ഇൻറ്റൻഷൻ ഇല്ലായിരുന്നു, കുട്ടിയെ കൊല്ലണം എന്നുള്ള ഇൻറ്റൻഷൻ ഇല്ലായിരുന്നു. പ്രതിക്ക് റേപ്പ് ചെയ്യണം, അതുപോലെ തന്നെ പ്രതിക്ക് ഈ മോഷണം നടത്തണം എന്നുള്ള ഇൻറ്റൻഷനേ ഉണ്ടായിരുന്നുള്ളൂ. കൊല്ലണം എന്നുള്ള ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുട്ടി എന്തെങ്കിലും വിധത്തിലുള്ള മാരകമായ ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചേനെ എന്നുള്ള ഒരു കണ്ടെത്തലുകളാണ് സുപ്രീം കോടതി കണ്ടത്. പിന്നെ നോളജ്, ഇങ്ങനെ നോളജ് ഉണ്ടാവും, മരണപ്പെടും എന്നുള്ള നോളജ്. അങ്ങനെ മലർത്തി കിടത്തി റേപ്പ് ചെയ്താൽ കുട്ടി മരണപ്പെടും എന്നുള്ള ഒരു മെഡിക്കൽ നോളജ് പ്രതിക്കില്ല എന്നാണ് പറഞ്ഞത്. കുട്ടി മലർത്തി കിടത്തി റേപ്പ് ചെയ്യുമ്പോൾ വായിലുള്ള ബ്ലഡും മറ്റും ഇറങ്ങിപ്പോയി ആസ്പിറേറ്റ് ചെയ്തിട്ട് കുട്ടി മരണപ്പെടും എന്നുള്ള ഒരു മെഡിക്കൽ നോളജ് പ്രതിക്കില്ല എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയത്. പിന്നെ ഈ ഊണ്ടുകൾ, ഏൽപ്പിച്ച ഊണ്ടുകൾ, വീണ് ചാടിയാലോ തള്ളിയിട്ടേലും ഉണ്ടാകുന്ന ഊണ്ടുകളൊന്നും നേരിട്ട് മരണത്തിനിടയാകുന്നില്ല എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയാണ് 1-ാം നമ്പർ ഊണ്ട്, 2 ഊണ്ടുകളാണ്. ഒന്ന് ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ള ഊണ്ടും രണ്ടാമത്തെ ഇവിടെ ഏറ്റിട്ടുള്ള ഊണ്ടും. ഇത് വീണതിലുണ്ടായ ഊണ്ടും ഇത് ഏൽപ്പിച്ചതിലുണ്ടായ ഊണ്ടാണ്. ഈ 1-ാം നമ്പർ ഊണ്ട് പ്രതി കുട്ടിയുടെ മുടി ചുറ്റിപ്പിടിച്ച് ഒരു ഹാർഡായ ഒബ്ജക്റ്റിൽ 3-4 പ്രാവശ്യം ഇങ്ങനെ ഇടിച്ചാൽ അതിൻ്റെ ഉണ്ടാകുന്ന എഫക്റ്റ്, ഇവിടെ സ്കള്ള് പൊട്ടുന്നു, പിന്നെ അതിൻ്റെ പിറ്റ്യൂട്ടറി ഗ്ലാൻസ് അതിൻ്റെ സ്റ്റമ്പ് ഇളകുന്നുണ്ട്. അങ്ങനെ സ്റ്റമ്പ് ഇളകിയിട്ടുള്ള ഒരാൾക്ക് കോൺഷ്യസ് ആയിരിക്കും കുട്ടി. പക്ഷേ അത് കുട്ടിക്ക് ബോഡി കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടായില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ കുട്ടി ഡോറിൻ്റെ അവിടെ ഇങ്ങനെ ഇടിച്ചപ്പോൾ ഇങ്ങനെ വിട്ടപ്പോൾ അങ്ങനെ തള്ളി പുറത്തേക്ക് വന്ന കുട്ടിയാണ്. അതാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ ആ 1-ാം നമ്പർ ഊണ്ട് ഉണ്ടാക്കിയതാണെന്ന് സുപ്രീം കോടതി വീണ്ടും കണ്ടെത്തിയിട്ടാണ് 325 ആഡ് ചെയ്തിരിക്കുന്നത്. അതിനാണ് 7 വർഷം തടവ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 1-ാം നമ്പർ ഊണ്ട് ഉണ്ടാക്കി എന്ന് നമുക്ക് മറ്റ് സാക്ഷികളും കാര്യങ്ങളില്ല, ഈ സാഹചര്യ തെളിവുകളും സയൻറ്റിഫിക് എവിഡൻസും ഡോക്ടർ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് 1-ാം നമ്പർ ഊണ്ട് ഉണ്ടാക്കിയെന്ന് നമ്മൾ പറയുന്നത്. കാരണം അതിനാണ് സാധൂകരിക്കുന്ന വിധത്തിൽ നമുക്ക് അന്നത്തെ ദിവസം പുലർച്ചെ ആ ട്രെയിനിൽ നിന്ന് കുട്ടിയുടെ മുടിയുടെ ക്ലിപ്പും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് സുപ്രീം കോടതി 325 അതിൽ ആഡ് ചെയ്തിട്ട് ഈ കുട്ടിക്ക് പ്രതിക്ക് 325 പ്രകാരമുള്ള 7 വർഷത്തെ തടവ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1-ാം നമ്പർ കൊണ്ടും 2-ാം നമ്പർ കൊണ്ടും നേരിട്ട് മരണത്തിനിടയാക്കുന്നില്ല. അപ്പോൾ ഈ പ്രതിക്ക്
ആസ്പിറേറ്റ് ചെയ്യുക മരണപ്പെടും എന്നുള്ള മെഡിക്കൽ നോളജും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ആ മറ്റേ 302 എടുത്തു കളഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനായിട്ട് ഡോക്ടറോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നേരത്തെ വിശദീകരിച്ച ഡോക്ടറോട് പറഞ്ഞ കാര്യം, അതും കോടതി എടുത്തു കളഞ്ഞു. കാരണം പോലീസിൻ്റെ അസാന്നിധ്യത്തിൽ പ്രതി പറഞ്ഞ മൊഴിയാണെങ്കിലും പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന പ്രതിയായതിൻ്റെ പേരിൽ ആ മൊഴി പ്രതി പറഞ്ഞ മൊഴി എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനാക്കി എടുക്കാൻ പറ്റില്ല എന്നാണ് കോടതി കണ്ടെത്തിയ മറ്റൊരു കാര്യം. ഇതേ ബെഞ്ചിൻ്റെ അതേ സുപ്രീം കോടതിയിലെ അതേ ബഹുമാനപ്പെട്ട കോടതിയിലെ അതേ ബെഞ്ചിൻ്റെ തന്നെ മറ്റൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ നമ്പർ ഞാൻ ഓർക്കുന്നില്ല. ഇതേപോലെ ഒരു പെൺകുട്ടിയുടെ പുറകെ പ്രതി ഓടി വന്നപ്പോൾ പെൺകുട്ടി എടുത്ത് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടി ആ കുട്ടി മരണപ്പെടാനായ കേസിൽ ഇതേ ജഡ്ജ്മെൻ്റ് തന്നെ ഇതേ കോടതിയിലെ ജഡ്ജ്മെൻ്റ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് 302 ആയി കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ അത് 302 ആയി കണ്ടില്ല. അതും നമ്മൾ സൈറ്റ് ചെയ്തപ്പോൾ കോടതി പറഞ്ഞ മറ്റൊരു ഭാഗം, അത് പ്രതിയും വിക്ടിമും തമ്മിൽ അറിയുന്ന ഒരു കേസായിരുന്നു, ഇതിൽ പ്രതിയും വിക്ടിമും തമ്മിൽ അറിയാത്തൊരു കേസാണ് എന്നൊക്കെയാണ് കോടതി അന്ന് പറഞ്ഞത്. എന്തായാലും അതിൻ്റെ അന്തിമ ജഡ്ജ്മെൻറ്റ് വന്നു. പ്രതി ഇപ്പോൾ തൃശ്ശൂർ ജയിലിൽ അതിസുരക്ഷാ ജയിലിൽ കഴിയാണ്. ഇതിന് മുമ്പ് 4 മാസങ്ങൾക്ക് മുമ്പ് പ്രതി കണ്ണൂർ ജയിലിൽ നിന്ന് ചാടാൻ ഇടയായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് വളരെ സെൻസേഷണലായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കുറേ ചാനലുകളിലും മറ്റുള്ളവരിലൊക്കെ ചർച്ചകളും കാര്യങ്ങളിലൊക്കെ ഞാൻ പങ്കെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ അന്ന് വിശദീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവനുമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കാര്യം കരുതി. അപ്പോൾ റിവാൾവറിൽ പിസ്റ്റൾ എടുത്തു, അതിനെ അതിൻ്റെ എംടി പൗച്ച് മാത്രം എടുത്തിട്ട് വെച്ച് ഒരു കാടിൻ്റെ ഭാഗത്ത് എത്തിയപ്പോൾ ഈ പൗച്ച് എടുത്തിട്ട് ഞാൻ അരയിൽ വെച്ചു, പോക്കറ്റിൽ വെച്ചു. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, എൻ്റെ ഒപ്പമുള്ള പോലീസുകാരും ഇറങ്ങി. എന്നിട്ട് മുരുകനെ താഴ്ത്തിറക്കിയിട്ട് മുരുകൻ്റെ ഹാൻഡ് കപ്പ് അഴിച്ചു. ഒരു 100 രൂപയും മുരുകൻ്റെ കയ്യിൽ കൊടുത്തു. മുരുക, നീ രക്ഷപ്പെട്ടോ, പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് നിന്നെ ആവശ്യമില്ല, നീ രക്ഷപ്പെട്ടോ, ഓടി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് 100 രൂപയും കൊടുത്ത് മുരുകനെ വാൻ കപ്പ് അഴിച്ചു. മുരുകന് തമിഴ്നാടാണെന്ന് പറയുന്നത് മുരുകൻ എൻകൗണ്ടറാണെന്ന് കരുതിയത് മുരുകൻ പിന്നെ അവിടെയും കടന്നിട്ട് എൻ്റെ കാലിലെ കെട്ടിപ്പിടിച്ചു. കാപ്പാത്ത് സാർ, കാപ്പാത്ത്.